അവളാകും തീരമേ ഒന്നു തൊടുവാനോ പറയാതെ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതല്ല. ഇതിനപ്പുറം ചാടി കടന്നവനാണീ കെ ജോസ്. അലയാഴി മനസ്സിൽ നിറവേകി നീങ്ങുകയായി ഈ യാത്ര നേരും നാളുകളും രാവുകളും സായാഹ്ന മേഘങ്ങൾ. വീണ്ടും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത്. എവിടോട്ടാണ് പോകുന്നതെന്നല്ലേ, ചുനക്കര ബണ്ട് ഇപ്പോഴത്തെ ഫേമസ് ട്രെൻഡിങ് പ്ലേസ് ആണ് കേട്ടോ. നമുക്കപ്പോൾ പോയി നോക്കാം. യാത്രകളുടെ വിശേഷം വഴിയെ കാണാം. ഈ കാണുന്നതാണ് ചുനക്കര ബണ്ട്, ഞങ്ങളുടെ സ്വന്തം ദേശത്തെ ഒരു ബണ്ട്. ഒരു വടാറ് ലെവൽ പ്ലേസാണ് കേട്ടോ. നമുക്ക് വേറൊരു ടൈപ്പ് വൈബ് നമുക്ക് ഇവിടെ കിട്ടും. കറക്റ്റ് ഒരു ബീച്ചിലൊക്കെ പോയ ഒരു വൈബും കാര്യങ്ങളും എല്ലാം കിട്ടും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വെള്ളംകാര ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഒതുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് വല എറിഞ്ഞ് മീൻ പിടിക്കുന്നവരും അല്ലാതെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരും ഒക്കെയാണ്. അവിടുന്ന് ചൂണ്ടയൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. നമുക്ക് ചൂണ്ടയൊക്കെ ഇട്ട് വേണമെങ്കിൽ മീനെയൊക്കെ പിടിക്കാൻ നല്ല രസമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടൈപ്പ് ഒരു വൈബാണ് ഇവിടുത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്ന് കാണണം കേട്ടോ. കുട്ടികളെയും കൊണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി പ്ലേസാണ്. തിരിച്ചു പോകുമ്പോൾ വണ്ടി എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ വണ്ടി കൊണ്ടുവന്ന സൈഡിലോട്ട് പാർക്ക് ചെയ്ത് മാറ്റി ഒതുക്കി പാർക്ക് ചെയ്ത് നമ്മൾ ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ഒതുക്കി വണ്ടി അവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ. ഞങ്ങൾ പിന്നെ വണ്ടിക്കകത്ത് കയറിയിരിക്കും. ഒരു ഐസ്ക്രീമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാറ്റടിക്കുന്നതുകൊണ്ടായിരിക്കും തിരമാല വരുന്ന പോലെ വെള്ളത്തിന് ചെറിയൊരു ഓളം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ മഴയെല്ലാം തോന്നി ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ ഇനിയുള്ളത് അവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പൂരി ചേട്ടൻ മീനെ പിടിക്കാൻ വേണ്ടി വല എറിയാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നേ. പക്ഷേ വല എറിഞ്ഞപ്പോൾ ആ ചേട്ടനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയി. അവൻ തന്നെയാണ് ബെസ്റ്റ്. എന്ത് ബെസ്റ്റ്? ഞാൻ കണ്ടാണ്. ആ കരാട്ടക്കാരൻ്റെ ഒറ്റടിക്ക് പുള്ളി തലകറങ്ങി വീഴുന്ന ഞാൻ കണ്ടായിരുന്നു. കൊച്ചി താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. ഇല്ല ചന്ദ്ര, എന്തോ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ, സത്യത്തില് നീ ആരാ? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. അല്ലെങ്കിൽ വേണ്ട. എന്താ പേര്? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണീ കെ ജോസ്. ആ ചേട്ടൻ അങ്ങനെ വിട്ടുകൊടുക്കാതെ പിന്നെയും വല ഇറങ്ങി. ദാണ്ട ഗൈസ്, ആ ചേട്ടൻ അങ്ങനെ ഒരു മീനെ പിടിച്ചിരിക്കുന്നു. ഈ മീനിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മീനിൻ്റെ പേരെന്തോന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആണ്. ഈ മീനിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനിയും ഒരു വീഡിയോയിൽ വരുന്നവിടം വരെ ബായ്.